ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കോണാണ് ഇത്. അവർക്ക് അലീന കോൺസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കടയിൽ നിന്ന് മേടിക്കണേ ഓർഗാനിക് മെഹന്തി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കുറേ ടൈം അതായത് മൈലാഞ്ചി കയ്യിലിട്ടിട്ട് കുറേ ടൈം വെച്ചിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഫങ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് ചോക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ കോൺസ് മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇതുകൊണ്ട് മൈലാഞ്ചി ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, എത്ര പ്രസ് ചെയ്താലും ഇതിൽ നിന്ന് പേസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഡിസൈൻസ് വരയ്ക്കാനോ അല്ലെങ്കിൽ ഫ്ലവേഴ്സൊന്നും വരയ്ക്കാനായിട്ട് ഈ ഒരു അലീന അതേപോലെ സിങ് വെച്ചിട്ട് ഒട്ടും തന്നെ പറ്റില്ല. ഇതിൻ്റെ ടിപ്പ് കണ്ടോ, ഒരുപാട് വണ്ണത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് തിന്നായിട്ടുള്ള ഡിസൈൻസ് ഒന്നും വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടാം എന്നുള്ളൊരു വീഡിയോ ഉണ്ടോ, ഒരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സെല്ലോഫെയിൻ ഷീറ്റാണ്. അതായത് ഞാൻ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതിലാണ് ഞാൻ നമ്മുടെ മെഹന്തി ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്യുമ്പോൾ നല്ല ഫൈൻ ടിപ്പായിട്ട്, അതായത് നമുക്കൊരു മുട്ടുസൂചിയുടെ അത്രയും വണ്ണത്തിൽ വേണം നമുക്ക് പേസ്റ്റ് വരാനായിട്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കോൺ റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു വണ്ണം ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്ന് വെച്ചിട്ട് അതിൻ്റെ അറ്റം നല്ലോണം ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കുകയാണ്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് വരും. ഇങ്ങനെ ആണ് ഞാൻ കോൺസ് റെഡിയാക്കി എടുക്കാറ്. ഇതിൻ്റെ കോൺ റോളിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഒരുപാട് ചെയ്തതാണ്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട കോൺസൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു നമ്മൾ അലീനയുടെ മെഹന്തി അതേ സെയിം പേസ്റ്റ് തന്നെ നമ്മൾ കോണായിട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് സ്മൂത്തായിട്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഞാനിങ്ങനെ പരീക്ഷിച്ചപ്പോൾ എനിക്കത് സക്സസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പ്രാക്ടീസിനായാലും അല്ലെങ്കിൽ വെറുതെ മൈലാഞ്ചി ഇടുമ്പോഴായാലും ഈ ഒരു അലീന സിങ്ങൊക്കെ വെച്ചിട്ട് ഇടുമ്പോൾ ഒട്ടും തന്നെ പേസ്റ്റ് വരുന്നില്ല. വരക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് നന്നായിട്ട് വരാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഡിസൈൻ അല്ല വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടിപ്പ് കേട്ടോ. അപ്പോൾ കോൺസ് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ അലീനയുടെ അറ്റം നല്ല വണ്ണത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഈ ഒരു കോണിലേക്ക് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നല്ലോണം പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഒരുമിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു കോണിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മുടെ കൈ അവിടെ നിന്ന് വിടാനായിട്ട്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് മാക്സിമം അതിലത്തെ പേസ്റ്റ് ഈ ഒരു കോണിൻ്റെ ഉള്ളിലേക്ക് നിറക്കുകയാണ്. എന്നിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്തിട്ട് കോൺ നല്ലോണം ടൈറ്റായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കുകയാണ്. ഇവിടെ കാക്കകൾ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മ്യൂസിക് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതൊരു ഡിസ്റ്റർബായി തോന്നുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ.
പിന്നെ നമ്മൾ കോണൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അലീനയുടെ ട്യൂബൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് മൈലാഞ്ചി റെഡി ആയിട്ടുണ്ടെന്നൊന്ന് വരച്ച് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വരക്കാനായിട്ട് പറ്റും കേട്ടോ. ആദ്യമാണെങ്കിൽ നമ്മൾ നല്ലോണം പ്രസ്സാക്കിയിട്ട് വേണം, കൈയൊക്കെ വേദനിക്കും ഇതുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിലും ഒരു 80% വരെ നമുക്ക് സ്മൂത്തായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതിനേക്കാൾ കൂടുതൽ സ്മൂത്ത് പേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബ്സൊക്കെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് അതിൻ്റെ പേസ്റ്റ് എടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ കോണിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഓർഗാനിക് മെഹന്തിയുടെ അത്രത്തോളം വരില്ല കേട്ടോ. കാരണം അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ യൂസ് ആക്കുന്ന ഓർഗാനിക് മെഹന്തിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ നല്ലോണം ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബ്രൈഡൽ വർക്ക് ഇങ്ങനെ അലീന വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരക്കും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രിക്ക് മനസ്സിൽ തോന്നിയിട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ഏകദേശം സക്സസ്ഫുള്ളായി. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ ബ്രൈഡൽ വർക്കായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ജസ്റ്റ് ഒരു ബ്രൈഡൽ വർക്ക് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്